കുട്ടികളെ ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നുള്ളത് പഠിക്കാം. ഇത് നമ്മൾ ഗൂഗിൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് ഗുണകരമാവുമല്ലോ. അപ്പോൾ നമുക്കതും നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്നാണ് നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഫെൽറ്റ് നീഡ്സ്, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ, തേർഡ് പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ ലീഡർഷിപ്പ്, നാലാമത്തെ അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ, പിന്നത്തെ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി, പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാം പ്ലാനിങ്, പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻഷൻ. ഓക്കെ, ഇത്രയും പ്രിൻസിപ്പിളുകളാണ് നമ്മൾ സോഷ്യൽ വർക്കിലെ പ്രിൻസിപ്പിൾസ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഒന്നുകൂടെ നോക്കുന്നതല്ലായിരിക്കും. ഫെൽറ്റ് നീഡ്സ്, റിസോഴ്സ് മൊബിലൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ ലീഡർഷിപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ, സെൽഫ് ഹെൽപ്പ്, ഡെമോക്രസി, കോപ്പറേഷൻ, പ്രോഗ്രാം പ്ലാനിങ്, പ്രിവെൻഷൻ. ഇത്രയും പ്രിൻസിപ്പിളുകൾ നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടെ നമ്മൾ കാണാതെ ആവർത്തിച്ച് പഠിക്കണം. ആ പേരുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ആ പേരുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫെൽറ്റ് നീഡ്സ് നമുക്ക് നോക്കാം. ഇത് നോക്കാം. ദ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ നീഡ്സ് ദാറ്റ് റിക്വയർ ഇമ്മീഡിയറ്റ് ഇൻറ്റർവെൻഷൻ. പെട്ടെന്നുള്ള, ഉടനെയുള്ള, അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ള കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളിലാണ് ആര് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? കമ്മ്യൂണിറ്റി ഓർഗനൈസർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. അതിനകത്ത് അടിയന്തര ആവശ്യങ്ങളുണ്ടാവും. ഫെൽറ്റ് നീഡ്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടാണ്. ഫെൽറ്റ് നീഡ്സ്, റിയൽ നീഡ്സ് എന്നൊക്കെ നമ്മൾ, അപ്പാരൻറ്റ് നീഡ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് റിയൽ നീഡ്സ്, ഫെൽറ്റ് നീഡ്സിൽ ആണ് ആര് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? കമ്മ്യൂണിറ്റി ഓർഗനൈസർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. He should facilitate community to identify and prioritize the needs according to the merit and urgency of intervention. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്യേണ്ടത് നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റിയെ അവരുടെ നീഡ്സ് എല്ലാം കണ്ടെത്താനും അതിനെ മുൻഗണനാക്രമം പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ പരിഗണന ആവശ്യമുള്ളത് ഏതാണ്, അതിനുശേഷം വരേണ്ടത് ഏതാണ് എന്നിങ്ങനെ ക്രമപ്പെടുത്തുക. അതിനാണ് പ്രയോറിറ്റൈസ് അഥവാ മുൻഗണനാക്രമം നിശ്ചയിക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒന്നാമത്തെ ആവശ്യം, രണ്ടാമത്തെ ആവശ്യം, മൂന്നാമത്തെ ആവശ്യം ഇങ്ങനെ എഴുതി പോകുന്നത് എന്താണ്? മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ നോക്കേണ്ട ആ ആവശ്യത്തിൻ്റെ മെറിറ്റ് എന്താണ്, അതിൻ്റെ മേന്മ എന്താണ്, അതിൻ്റെ അടിയന്തര സ്വഭാവം എന്താണ്, പെട്ടെന്ന് നടക്കേണ്ട കാര്യമാണ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫെൽറ്റ് നീഡ്സ്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ. Resources are essential to solve problems which are identified by the community. കമ്മ്യൂണിറ്റി കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റിസോഴ്സസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. റിസോഴ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ദീസ് റിസോഴ്സസ് ആർ അവൈലബിൾ വിതിൻ ദ കമ്മ്യൂണിറ്റി ഓർ ഔട്ട്സൈഡ്. ഈ റിസോഴ്സസ് ഒന്നുകിൽ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പുറത്ത് നിന്ന് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. The resource must be mobilized by the community to find solution to the problems. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ മുഴുവൻ സംഘടിപ്പിക്കേണ്ടത് കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. The resource can be in the form of men, material, money, etc. റിസോഴ്സ് എന്ന് പറയുന്നത് ആളുകളാവാം, വസ്തുക്കളാവാം, പണമാകാം, ഇങ്ങനെ പലതും ആകാം. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇതാണ്: പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? റിസോഴ്സസ് സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് കമ്മ്യൂണിറ്റിയാണ് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് റിസോഴ്സസ് സംഘടിപ്പിക്കാം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ ലീഡർഷിപ്പാണ്. Leadership is essential for any developmental initiatives. Through community organization process, social workers should help community to develop local leadership which will sustain developmental changes. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ലോക്കൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞതിൻ്റെ മലയാളം പ്രാദേശിക നേതൃത്വം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെ തന്നെ നേതാക്കന്മാരാക്കുന്ന പരിപാടിക്കാണ് പ്രാദേശിക നേതൃത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ അത് പ്രാദേശിക നേതൃത്വത്തിന് ഉദാഹരണം. ആ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകൾ അവിടുത്തെ നേതാക്കന്മാരായി വരിക. അപ്പോൾ ലീഡർഷിപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്. വികസന പ്രവർത്തനങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് നേതൃത്വം എന്ന് പറയുന്നത്. ത്രൂ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയയിലൂടെ സോഷ്യൽ വർക്കർ ഷുഡ് ഹെൽപ്പ് ദ കമ്മ്യൂണിറ്റി ടു ഇവോൾവ് ലോക്കൽ ലെവൽ ലീഡർഷിപ്പ്.
കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയയിലൂടെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ശ്രമിക്കേണ്ടത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരാനാണ്. അതിൻ്റെ ഗുണം എന്താണ്? ദാറ്റ് വിൽ സസ്റ്റെയിൻ ഡെവലപ്മെൻറ്റ് ചേഞ്ചസ്. സമൂഹത്തിലുണ്ടാകുന്ന വികസനപരമായ മാറ്റങ്ങൾ നിലനിർത്താൻ ആരെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ? പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്തമാണ് ഈ രീതിയിൽ ലോക്കൽ ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ എന്നതിൻ്റെ മലയാളം പങ്കാളിത്തം എന്നാണ്. ഓക്കെ, പങ്കാളിത്തം എന്നാണ് അതിന് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എവരി സ്റ്റേജ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ് റിക്വയേഴ്സ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ എല്ലാ ഘട്ടത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഇറ്റ് ഈസ് എ ബേസിക് റിക്വയർമെൻറ്റ് ടു റിയലൈസ് ദ ഗോൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ജനങ്ങളുടെ പങ്കാളിത്തം. So the community organizer should motivate the entire community to participate in developmental activities. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ എല്ലാ കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള മുഴുവൻ ആളുകളെയും മോട്ടിവേറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, പ്രചോദിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? വികസന പ്രവർത്തനങ്ങൾ പങ്കാളികളാകാൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പങ്കാളിത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഗതി വിജയിക്കണമെങ്കിൽ, ആ പ്രക്രിയ വിജയിക്കണമെങ്കിൽ അതിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആ കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ ആളുകളെയും വികസന പ്രവർത്തനങ്ങൾ പങ്കാളികളാകാൻ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സ്വയം സഹായിക്കുക എന്നർത്ഥം. ഓക്കെ, കമ്മ്യൂണിറ്റി മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ടു ഡെവലപ്പ് മാക്സിമം ലെവൽ ഓഫ് സെൽഫ് ഇനിഷ്യേറ്റീവ് എമംഗ് ദംസെൽവ്സ്. പീപ്പിൾ മസ്റ്റ് ബി എംപവേർഡ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഓൺ ഡെവലപ്മെൻറ്റ് നീഡ്സ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് കമ്മ്യൂണിറ്റിയെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ മാക്സിമം ലെവൽ ഓഫ് സെൽഫ് ഇനിഷ്യേറ്റീവ്സ് എമംഗ് ദംസെൽഫ്. ആളുകൾ അവർക്കുള്ളിൽ തന്നെ പരമാവധി സെൽഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തമായിട്ടുള്ള ശ്രമങ്ങൾ മാക്സിമം ഉണ്ടാകും, പരമാവധി ഉണ്ടാവണം. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ശ്രദ്ധിക്കേണ്ടത് ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി പരമാവധി സ്വന്തം ശ്രമങ്ങൾ നടത്തുന്ന രീതിയിൽ അവരെ വികസിപ്പിച്ചു കൊണ്ടുവരണം. പീപ്പിൾ മസ്റ്റ് ബി എംപവേർഡ് ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഓൺ ഡെവലപ്മെൻറ്റ് നീഡ്സ്. സ്വന്തം വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ ആളുകളെ നമ്മൾ ശാക്തീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ കമ്മ്യൂണിറ്റിയും ധാരാളം വികസന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് വ്യക്തികളും അത് നേരിടുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? വ്യക്തികളെ ശാക്തീകരിക്കണം. വ്യക്തികളുടെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ ഇല്ലാതാവണം. അപ്പോൾ ആ രീതിയിൽ ഉള്ള ധാരാളം ഇനിഷ്യേറ്റീവ്സ്, പരിശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം? വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഓൺ എ ഡെമോക്രാറ്റിക് ബേസിസ്. ജനാധിപത്യപരമായ രീതിയിൽ വേണം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ. ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ ഓൺ മെജോറിറ്റി കോൺസെൻസസ്. ഭൂരിപക്ഷ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. എന്താണ് ഭൂരിപക്ഷം സമവായം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒരു തീരുമാനം എടുക്കാൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയില്ല. അത്തരം സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം എന്താണ് എന്ന് ആരായുകയും ആ അഭിപ്രായത്തെ എല്ലാവരുടെ അഭിപ്രായമാക്കി അംഗീകരിക്കുകയും വിയോജിപ്പുള്ള ആളുകൾ പോലും അതിനോട് യോജിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനാണ് മെജോറിറ്റി കോൺസെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയയിൽ ഈ പറഞ്ഞ മെജോറിറ്റി കോൺസെൻസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തിന് ബാക്കിയുള്ള എല്ലാവരും വഴങ്ങുക എന്നുള്ളത്. പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാം ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ത്രൂ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളിലൂടെയാണ്.
അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ സ്വന്തം ആളുകളെ വെച്ച് നടത്തുക എന്നുള്ളതല്ല. അത് നടത്താൻ വേണ്ടിയിട്ട് വളരെ ജനാധിപത്യ രീതിയിൽ ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയ മൊത്തത്തിൽ ജനാധിപത്യപരമായിരിക്കണം. എല്ലാവരുടെയും താല്പര്യങ്ങൾ ഭൂരിപക്ഷം ആളുകളുടെ താല്പര്യങ്ങൾ പരിഗണിക്കണം. അത് നടപ്പിലാക്കുന്നതിന് വിനിയോഗിക്കേണ്ട ആളുകൾ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം എന്നൊക്കെ പറയുന്ന തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. വോളണ്ടറി കോപ്പറേഷൻ ഈസ് ദ കീ ടു എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പിന്നെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആളുകൾ എന്താ പറയുക, സ്വയം സന്നദ്ധമായിട്ട് സഹകരിക്കുക. വോളണ്ടിയർ എന്നുള്ള വാക്ക് നമുക്കറിയാം, സന്നദ്ധ സേവകർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവരാരും നിർബന്ധിക്കുന്നില്ല, അവർ സ്വന്തം താല്പര്യം കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് അവരെ വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആരും നിർബന്ധിക്കാതെ തന്നെ സ്വയം സന്നദ്ധമായിട്ട് സഹകരിക്കുക എന്നുള്ളത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ഷുഡ് ബി ഡെവലപ്ഡ് ആൻഡ് പ്രാക്ടീസ് ത്രൂ ദ എൻറ്റയർ പ്രോസസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഈ പറയുന്ന സഹകരണ മനോഭാവം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ആ പ്രക്രിയയുടെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അത് വികസിപ്പിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ ആളുകളുടെ സഹകരണ മനോഭാവം അത് വളർത്തിക്കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളും സഹകരിക്കാനുള്ള മനോഭാവം വളർത്തിക്കൊണ്ടുവരണം. അത് ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് ഫുൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ ആ ഫുൾ ടൈം ആ മനോഭാവം ഉണ്ടായിരിക്കണം. സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത്, സഹകരണ മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ മുഴുവൻ സമയം ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പ്രക്രിയ. In the process of community organization, the organization should help the different groups of people to cooperate with each other in the achievement of goals of the community. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയയിൽ ഒരു ഗ്രാമം ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് പല ഗ്രൂപ്പിൽ പലതരത്തിൽപ്പെട്ട ആളുകളുണ്ട്, പല ജാതി മത രാഷ്ട്രീയ വിഭാഗത്തിലൊക്കെപ്പെട്ട ആളുകളുണ്ടാകും. അവരെ എല്ലാവരെയും കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന കാര്യത്തിന് വേണ്ടി പരസ്പരം സഹകരിപ്പിക്കാൻ ആര് ശ്രമിക്കണം? കമ്മ്യൂണിറ്റി ഓർഗനൈസർ ശ്രമിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ഇത്രയേ ഉള്ളൂ. സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രക്രിയ വിജയിക്കണമെങ്കിൽ സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. എല്ലാ കമ്മ്യൂണിറ്റിയിലും വിവിധ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളൊക്കെ പൊതുവായ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് യോജിച്ച് പ്രവർത്തിക്കണം, സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാം പ്ലാനിങ് നോക്കാം. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ദ ഫ്യൂച്ചർ പ്രോഗ്രാം. അപ്പോൾ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് രൂപപ്പെടുത്തുന്ന പരിപാടിക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആസൂത്രണം അഥവാ പ്ലാനിങ് നടത്തുക. ഫ്യൂച്ചർ പ്രോഗ്രാംസ്, ഭാവിയിൽ വരാൻ പോകുന്ന പരിപാടികൾ രൂപപ്പെടുന്ന പരിപാടിക്കാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയാം. പ്ലാനിങ് നീഡ്സ് എ ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ. അപ്പോൾ പ്ലാനിങ് നടത്തണമെങ്കിൽ നമുക്ക് ഭാവിയെ പറ്റിയ ഒരു കാഴ്ചപ്പാട്, ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കണം, 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഭാവിയെ പറ്റിയുള്ള, വരാൻ പോകുന്ന കാലത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് മസ്റ്റ് ബി പ്ലാൻഡ് ഇൻ എ പ്രോപ്പർ വേ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യണം. ടോട്ടൽ വെൽഫെയർ പ്രോഗ്രാം ഷുഡ് ബി സഫിഷ്യൻറ്റ് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ടു മീറ്റ് ദ കമ്മ്യൂണിറ്റി നീഡ്സ്. കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന വിധത്തിൽ ആവശ്യമായ അളവിലും ഗുണത്തിലും എന്തുണ്ടായിരിക്കണം? ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അതായത് നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും പരിഗണിക്കുക, അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുക. എന്നതിന് ശേഷം അവർക്ക് എല്ലാവർക്കും ആവശ്യമായ അളവിൽ, അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി, ഗുണനിലവാരമില്ലായിരിക്കണം. കുറച്ച് പേർക്ക് നല്ലതും കുറച്ച് പേർക്ക് മോശം കാര്യങ്ങളും ചെയ്താൽ പോരാ. എല്ലാവർക്കും ആവശ്യമായ അളവിൽ, ആവശ്യമായ ഗുണനിലവാരത്തിൽ കാര്യങ്ങൾ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തു. സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മതിയായ രീതിയിൽ, ആവശ്യമായ അളവിൽ നടത്തും. ഓക്കെ, അപ്പോൾ ആവശ്യമായ അളവിലും ഗുണത്തിലും എന്തുണ്ടായിരിക്കണം? കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ്